Good evening all, respected members on and off the dance. അച്ഛൻ്റെ കണ്ണൂർ ജീവിതത്തിൻ്റെ കണ്ണൂർ കാലഘട്ടത്തിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഇത്രയും വിപുലമായ മനോഹരമായ വളരെ സ്നേഹനിർഭരമായ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് നന്ദി പറയാനും വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷെ അച്യുശങ്കർ സംസാരിക്കുന്ന കാര്യം പല കാര്യങ്ങളും എൻ്റെ അടുത്ത് സുരേഷും രവിയേട്ടനും എല്ലാം ഇങ്ങനെ ചോദിച്ചിരുന്നു. അച്യുശങ്കറിനെ വിളിക്കുന്ന വേണോ എന്നുള്ള കാര്യം മാത്രം ചോദിച്ചില്ല. ഞാൻ ഇവിടെ ഭഗവാനുണ്ട്. കാരണം പുള്ളി സംസാരിച്ചതിന് ശേഷം വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഐ വോണ്ട് ടു സേ താങ്ക്സ് ഫോർ. ഓക്കെ, ഞാനത് അതിലേക്ക് വരാം. ശരിക്കും അച്ഛൻ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡിസ്കസ് ചെയ്യും. ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലും അമ്മ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ആയിട്ട് ഞങ്ങൾ രണ്ടുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അച്ഛൻ റിട്ടയർമെൻറ്റിന് മുൻപും പിൻപുമായിട്ട് ഒരു 7-8 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ ഒന്നും ആവാത്ത സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്യുന്ന ഫൗണ്ടേഷൻ തൊട്ടേ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു ഓർഗനൈസേഷൻ വരുമ്പോൾ അച്ഛനൊരു എക്സ്ട്രാ ആവേശവും എനർജിയുണ്ട്. ശരിക്കും അത് LBSലും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ വരുമ്പം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സ്ഥലത്ത് വരുമ്പം ഇവിടെ ഡൺ മെനി ഗുഡ് തിങ്സ്. പക്ഷെ അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് ഈ 2 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അച്ഛന് ഒരു ഭയങ്കര എനർജിയായിരുന്നു. LBSലും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഫാക്കൽറ്റി സ്ട്രെങ്ത് ഇത്തിരി കുറവാണ്. ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ അന്ന് TKME പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നീ വന്ന് സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ജിയോ ടെക്നിക്കൽസ് എഞ്ചിനീയറിംഗിന് ഫാക്കൽറ്റി ഇല്ല, ആദ്യത്തെ 2 ബാച്ചിന് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അന്ന് അവിടെ വന്ന് കണ്ടപ്പം ഒരു സ്റ്റാഫ് റൂമിൽ ഒരു ബെഞ്ചിൽ ഒരു മേശയിൽ സിവിലിലെ സ്റ്റാഫ് ഇരിക്കുന്നു, അടുത്ത മാത്തമാറ്റിക്സിൽ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ട്. അതിൻ്റെ മൂലയ്ക്ക് തന്നെ കുറേ സർവേ ഇൻസ്ട്രുമെന്റ്സ്, റേഞ്ചിങ് റോഡ്സ് ഇതൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേ മനസ്സിലായി ദിസ് വാസ് എ പെർഫെക്റ്റ് പ്ലേസ് ഫോർ ഹിം ടു വർക്ക്. കാരണം അച്ഛൻ അങ്ങനത്തെ ഒരു സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു എനർജി കിട്ടും. ശരി. പിന്നെ അക്കാലത്ത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇപ്പം ഐ തിങ്ക് ഹി മെൻഷൻഡ് ഇൻ ഹിസ് സ്പീച്ച് വീക്കെൻഡ്സിൽ വരുമ്പോൾ സാറ്റർഡേസിൽ സെക്രട്ടേറിയറ്റിൽ പോയി ഫയൽ മൂവ് ചെയ്യുന്നതിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഹി വാസ് ഇൻ വെരി ഗുഡ് ടേംസ് വിത്ത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അപ്പം പുള്ളി എനിക്കൊന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കണ്ണൂർ MLA കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു കോളേജ് ഡെവലപ്പ് ചെയ്യാൻ. സോ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാറ്റർഡേസിൽ ചെന്ന് സെക്രട്ടറി ചെന്ന് സൂപ്രണ്ടിനെയോ JD കാണുമ്പോൾ കാണാൻ പോയിട്ടുണ്ട്. ഫയൽ മൂവ് ചെയ്തില്ല. സോ ഐ സ്റ്റേ ബാക്ക് ഫോർ 1 more day എന്നുണ്ട്. തിങ്കളാഴ്ച ഒന്നുകൂടെ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് അന്ന് രാത്രിയാണ് തിരിച്ച് ട്രെയിനിൽ കണ്ണൂരേക്ക് പോകുന്നത്. അന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഡിഫിക്കൽറ്റി എനിക്ക് റിയലൈസ് ചെയ്തു. ഞാൻ അന്ന് TKMയിൽ വർക്ക് ചെയ്യുന്നു. സെക്രട്ടേറിയറ്റിലൊന്നും കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ലേറ്റർ തന്നെ ഈ ജോയിൻ കോളേജ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസർ പോസ്റ്റ് ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ വരുമ്പം ഗവൺമെൻറ് ഓർഡർ വേണം. സെക്രട്ടേറിയറ്റിൽ നിന്നാണ് മൂവ് ചെയ്യുന്നത്. ഒരു 3-4 ദിവസം അതിനകത്ത് കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വരുമ്പോൾ വരട്ടെ പ്രൊമോഷൻ, ഇനി അങ്ങോട്ട് പോകുന്നതേ ഇല്ല എന്ന് വിചാരിക്കും. അത്ര ഓഫ്കോഴ്സ് മേ ബി ഡ്യൂ ടു ദർ ഹെക്ടിക് ഷെഡ്യൂൾസ്, മേ ബി ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ, എന്തോ ആയിട്ടോ. ഞാൻ എൻ്റെ അസോസിയേറ്റ് പ്രൊഫസർഷിപ്പ് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു DPCയിൽ പേരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നില്ല. ഒരു 3-4 തവണ ഞാൻ കയറി ഇറങ്ങിയിട്ട് വിചാരിച്ചു ഇനി വേണ്ട, വരുമ്പോൾ വരട്ടെ. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു ജൂനിയറായ ഒരു ലെക്ചററിൽ നിന്ന് അസിസ്റ്റന്റിലേക്കുള്ള അസോസിയേറ്റിന്റെ പ്രൊമോഷനാണ്. അന്ന് പോലും സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ എപ്പോഴാണ് ആലോചിച്ചത്, ഒരു പ്രിൻസിപ്പൽ ലെവലിലുള്ള അച്ഛൻ സെക്രട്ടേറിയറ്റ് കയറി സൂപ്രണ്ടിനെയും JD-യെയൊക്കെ കണ്ട് ഫയൽ മൂവ് ചെയ്യാനായിട്ട് പിന്നെയും പുറകെ നടക്കുന്നത്. ഹിസ് പെർസിവറൻസ് വാസ് റിയലി വർത്ത് അപ്രീഷിയേറ്റ്. ശരിക്കും ആ ലെവലിലായിട്ട് പോലും അച്ഛനെ ചെയ്തു എന്നുള്ളത് ഐ റിമെമ്പർ വിത്ത് പ്രൈഡ്. അതൊന്ന്. പിന്നെ അച്ഛൻ പ്രസംഗത്തിൻ്റെ ഒന്ന് പറഞ്ഞു, 89-ലാണ് എൻ്റെ മാരേജ് നടന്നത്. അപ്പം കല്യാണത്തിന് ഇൻവിറ്റേഷനൊക്കെ വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കോംപ്രമൈസസ് ഒക്കെ വേണ്ടി വന്നു. ചെറിയ കോംപ്രമൈസസ് ഒന്നും അല്ല. സാറ്റർഡേസിൽ വീട്ടിൽ വന്നിട്ട് അച്ഛൻ സെക്രട്ടേറിയറ്റിലോട്ട് പോകും. പിന്നെ അമ്മയ്ക്കറിയാം, LBSൽ നേരത്തെ ഇരുന്നുണ്ട്. അച്ഛൻ്റെ നേച്ചർ അമ്മയ്ക്കറിയാം. അപ്പോൾ കുറച്ച് വിജയമാവുന്ന അമ്മയുടെ അനിയൻ പോകും കല്ലൂരിലേക്ക്. 1-2 വീടുകളിലും 3-4 വീടുകളിലും ഞാനും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി അച്ഛനെ പൂർണ്ണമായി വിട്ടുകൊടുത്ത എൻ്റെ കല്യാണം സ്വയം വിളിക്ക് വഴി കോളേജിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കടിക്ക് എനിക്ക് അവകാശപ്പെട്ടു. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പാട്ടിലോട്ട് വരുമ്പോഴേക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു ടു ഓൾ ഓഫ് യു. അതൊരു വെറും ഒരു ഫോർമൽ താങ്ക്സ് അല്ല. ആദ്യം കുറേ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു സുരേഷ് ബാബു എന്ന് പറഞ്ഞ് സുരേഷ് ബാബു എന്ന് പറഞ്ഞ് ഇലക്ട്രിക്കലിലെ ഒരു ഫാക്കൽറ്റി പുള്ളി ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അവർക്ക് അച്ഛനെ ഓണറി എന്തോ പ്രോഗ്രാം നടത്തണം. കുറേ ക്വസ്റ്റ്യൻസ് അയച്ചു തരും, അതിന് അച്ഛൻ്റെ റിപ്ലൈ എന്താണ് എന്നുള്ളതൊക്കെ കൊടുക്കണം. അവരെന്തോ ബുക്ക് റെഡിയാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ റിക്കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, നീ നൈസായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്തേരെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും ഇത് തന്നെ പറയുന്നു. ഞാൻ ആലോചിച്ചു, ഞാൻ റിട്ടയർ ചെയ്തിട്ട് 5 കൊല്ലം, 2020 ഞാൻ റിട്ടയർ ചെയ്തത്. ഒരു മനുഷ്യൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് പിന്നെ ചില ഗുരുവന്ദനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു 30 സ്റ്റാഫ് സേഫിയിൽ പ്രത്യേകിച്ച് 30 പേര്, സാരി ചേച്ചിയൊക്കെ അറിയാം, 30 പേരെ ഇങ്ങനെ വിളിക്കും, എല്ലാവർക്കും നിരത്തി പൊന്നാട കൊടുക്കും, പരിപാടി കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. ഇത് ഒരാളെ ഓണർ ചെയ്യാനായിട്ടൊരു പ്രോഗ്രാം, ദാറ്റ് ടു 33 years after he left കണ്ണൂർ. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളി ഒരു നോർമൽ പേഴ്സൺ, ജെന്യുവൻ പേഴ്സൺ ആണോ? അവന് വിളിച്ചേട്ടാ, സുരേഷ് സീംസ് ടു എ വെരി ജെന്യുവൻ പേഴ്സൺ എന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. മൈ ബ്രദർ ഈസ് സിറ്റിംഗ് ദേർ എന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, അപ്പോഴും വിശ്വാസമില്ല. ഒരു ദിവസം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ലീല ടീച്ചർ വിളിച്ചു പറഞ്ഞു, പിന്നെ ദുബായിൽ നിന്നൊരു രവികുമാർ വിളിക്കും, പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യണം, ഫോറിൻ കോളാണ് വരുന്നത്. പുള്ളി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊരു 5 പേര് വീട്ടിലോട്ട് വരുന്നുണ്ട്, സാറിനെ ഇൻവൈറ്റ് ചെയ്യണം. ആ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവത്തില്ല. ഞാൻ എത്രയോ ഇൻവിറ്റേഷൻസ്, എൻ്റെ അച്ഛൻ 90 ഇപ്പം കണ്ണൂരിഞ്ചൻ കോളേജിൽ നിന്ന് വന്ന 6 മാസം CIT വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്തതാണ്. അതിനുശേഷം എത്ര ഫംഗ്ഷൻ അച്ഛൻ ഇൻവൈറ്റ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. കാരണം പലരും വരുമ്പോൾ എന്നെയും കൂടെ വിളിക്കും. ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. ഈ വരുന്ന ഫാക്കൽറ്റിയും CIT ആളുകളായാലും എല്ലാം എനിക്കും അറിയാവുന്ന ആളുകളാണ്. സോ അച്ഛനും അമ്മയും എന്നെയും കൂടെ വിളിക്കും, പരിചയമുള്ളവരായതുകൊണ്ട്. എത്ര പേര് ഇൻവൈറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ അറിയാം. പക്ഷേ അതെല്ലാം ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ, ഇത്രയും ഒരു എന്താണ് കൺസിഡറേഷനോടുകൂടി സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഇൻവിറ്റേഷൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഉണ്ടാകുന്നത്. അത് ശരിക്കും ഞാൻ 5 പേരെയും, രവികുമാർ, സുൾഫി, ശേഷഗിരി, സുരേഷ് ആൻഡ് ബോബൻ, ഈ 5 പേരാണ് അന്ന് വന്നത്. ആ 5 പേരും അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഒരു 2 ദിവസം ഞാനൊരു ഫ്ലോട്ടിങ് അവസ്ഥയിൽ, കാരണം അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്. തീർന്നില്ല, അതൊക്കെ മേലായിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു, ജോസ്. പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഇവർ വന്ന് കണ്ടെന്ന് വിളിച്ചിരുന്നത്. പിന്നെ ഹി വെന്റ് ഓൺ ടോക്കിംഗ് അബൌട്ട് മൈ ഫാദർ. ഒരു 30-35 മിനിറ്റ് ഐ വാസ് ജസ്റ്റ് എ ലിസണർ. കോളേജിൽ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അതിനുശേഷം ഗാന്ധി NG യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് അച്ഛനുമായിട്ടുള്ള അസോസിയേഷൻ, കഴിഞ്ഞ കൊല്ലം വരെ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കാണുമ്പോഴുള്ള വിശേഷം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ മാത്രം അച്ഛൻ ഹി ഫോർഗോട്ട് ടു റിമെമ്പർ ഹിം എന്നുള്ള പറഞ്ഞതൊക്കെ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പറഞ്ഞത്. ഈ 2 സംഭവങ്ങളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എന്തുമാത്രം താല്പര്യത്തോടുകൂടി സീരിയസ്നെസ്സോടുകൂടിയാണ് അച്ഛനെ ഈ ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയി. ടിൽ ദെൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ഫംഗ്ഷൻ. പിന്നെ തീർന്നില്ല, ഇന്നലെ ഇവർ വിളിച്ച് പറയുന്നു, പിന്നെ വിനോദ ഫോർട്ട് മാൻഡറിലോട്ടൊന്ന് വരാൻ പറ്റുമോ, ഈ അറേഞ്ച്മെന്റ്സിനെ പറ്റിയൊക്കെ എൻ്റെ ഫീഡ്ബാക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സി, എൻ്റെ ഫീഡ്ബാക്കോ ഇത് ലെറ്റ് ദം ഓർഗനൈസ് ഇറ്റ്, വി വിൽ സിംപ്ലി കം ആൻഡ് പാർട്ടിസിപ്പേറ്റ്, അത്രയേ ഉള്ളൂ. ഇത് വന്ന് സുരേഷ് ഇങ്ങനെ ഓരോ പ്രോഗ്രാം ചാർട്ട് ചെയ്യണം, ഇന്നതാണ് ഞങ്ങളുടെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, ഓരോന്നും ഇത്ര മിനിറ്റ് ഉണ്ട്, ഇത് ഓക്കെ ആണോ അച്ഛന്, ഉള്ള സാറിന് ഇതിന് ചേഞ്ച് വേണോ, അതുപോലെ ഇങ്ങനെ ഇട്ടാൽ മതിയോ സെറ്റി, ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങൾ ഒരു അച്ഛനെ ഇത്രയും കംഫർട്ടബിൾ ആക്കാനായിട്ട് അവർ എന്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നലെ സംസാരിച്ചത്. ഐ സ്പെൻഡ് മോർ ദാൻ 1 hour എസ്റ്റർഡേ ഹിയർ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതൊന്നും വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല, ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് ശരിക്കും. കാരണം ഇവിടെ ഇരിക്കുന്ന അറിയാം, സാരി ചേച്ചിക്കും അച്ഛൻ ശങ്കറിനൊക്കെ അറിയാം, എത്രയോ റിട്ടയർമെന്റ് ഫംഗ്ഷൻസ് നമ്മൾ പങ്കാളികളൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താണ് ഇത്രയും അറ്റാച്ച്മെന്റോടുകൂടി ഞാനൊരു ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്, മേ ബി ദ ലാസ്റ്റ് ഓൾസോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അച്ഛനും ഞങ്ങൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം മറക്കാനാവാത്ത ഒരു ദിവസം സമ്മാനിച്ചതിന്, സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഓർക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചതിന് JCKയിലെ ആദ്യത്തെ 4 ബാച്ച് സ്റ്റുഡൻസിനോടും അച്ഛനെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാ സഹപ്രവർത്തകരോടും, എല്ലാത്തിലുപരി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ സംഘാടകരോടുമുള്ള നന്ദി കുടുംബാംഗങ്ങളുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. നമസ്കാരം.